മലപ്പുറം മക്കരപ്പറമ്പ് ലക്ഷം വീട് കോളനിയിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 2 മാസമായി. വാട്ടർ അതോറിറ്റിയുടെ മോട്ടോർ തകരാറിലായ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതാണ് വെള്ളം മുടങ്ങാൻ കാരണം എന്നതാണ് വിശദീകരണം. പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും ആവശ്യത്തിന് വെള്ളമില്ലാതെ വലയുകയാണ് നിരവധി കുടുംബങ്ങൾ. നിരവധി തവണ പരാതിയുമായി പ്രദേശവാസികൾ ഓഫീസുകൾ കയറിയിറങ്ങി. പരാതി പറഞ്ഞ് വായിലെ വെള്ളം വറ്റിയതല്ലാതെ കുടിവെള്ളം മാത്രം എത്തിയില്ല. ഞങ്ങൾ വരുമ്പോൾ ടാങ്കിൽ വരുന്ന ഈ വെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മക്കരപ്പറമ്പിലെ അമ്പലപ്പടി ലക്ഷം വീട് കോളനിയിലെ ജനങ്ങൾ. 2 മാസമായി ഈ ദുരവസ്ഥ തുടങ്ങിയിട്ട് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭിക്കുന്നില്ല. ഇവരെങ്ങനെ ജീവിക്കുമെന്നതിന് ഒരധികൃതരും ഉത്തരം നൽകുന്നുമില്ല. മഴക്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ വേനൽക്കാലത്ത് എന്തായിരിക്കും സ്ഥിതിയെന്ന് ചോദിക്കുകയാണ് ലക്ഷം വീടുകാർ. പൈപ്പിലൂടെ എത്തുന്ന വാട്ടർ അതോറിറ്റിയുടെ വെള്ളമായിരുന്നു പ്രധാന ആശ്രയം. മക്കരപ്പറമ്പ് പഞ്ചായത്തിന്റെ ജലനിധി പദ്ധതിയും ഇവിടെയുണ്ട്. ജലനിധി പദ്ധതിക്ക് മാസം 500 രൂപ ഒരു കുടുംബം കൊടുക്കണമെന്നായി. കൂലിപ്പണിക്ക് പോയി ജീവിതമാർഗം കണ്ടെത്തുന്ന 200ഓളം കുടുംബങ്ങൾക്ക് അതിന് കഴിയില്ല. ചർച്ചകൾ വഴിമുട്ടിയതോടെ ഈ വെള്ളം വരാതെയായിട്ട് നാളുകളേറെ. അതിനിടയിലാണ് 2 മാസമായി വാട്ടർ അതോറിറ്റി വെള്ളവും നിലച്ചത്. വെള്ളമടിക്കുന്ന മോട്ടറിന്റെ തകരാറെന്ന് ആദ്യം കണ്ടെത്തി. ഒരു തവണ പരിഹരിച്ചു എന്നുണ്ടെങ്കിലും വീണ്ടും പണിമുടക്കി. മോട്ടറിന്റെ പ്രശ്നമാണോ പൈപ്പ് പൊട്ടിയതാണോ എന്നെല്ലാം 2 മാസമായി പരിശോധന തന്നെ. 2 മാസമായി വെള്ളം വന്നിട്ട്, ജലനിധി നിന്നിട്ട് ഒരു വർഷമായി. ഇതുവരെയായിട്ടും അതിലും വെള്ളം വന്നില്ല. ഇതിൽ 2 മാസമായിട്ട് ഇവരെ ബില്ല് കണ്ടമാനം ബില്ല് എഴുതി വരുന്നുണ്ട്. കഴിഞ്ഞ മാസം 600, 700, 1000 രൂപ വരെ ഇവിടെ ബില്ല് വന്ന ആൾക്കാരുണ്ട്. വാട്ടർ അതോറിറ്റി ഓഫീസ് മുതൽ ജില്ലാ കലക്ടർക്ക് വരെ പലതവണ പരാതി കൊടുത്തു. ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തു ലക്ഷം വീടുകാർക്ക്. ഒരു പഞ്ചായത്ത് കിണറുണ്ട്. അവിടെ നിന്ന് വെള്ളം കോരിയെടുത്താണ് 30ഓളം കുടുംബങ്ങൾ അത്യാവശ്യ കാര്യങ്ങളെങ്കിലും നിറവേറ്റുന്നത്. ഇതിലെ വെള്ളം ഇനി എന്ന് കഴിയുമെന്ന് ഉറപ്പില്ല. എവിടെ ഏത് സഭയിലും ഇനി പറയാൻ ബാക്കിയില്ല. ഞങ്ങൾ കലക്ടറേറ്റിലടക്കം പോയി. അവിടെ കലക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ ഞങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രാമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എവിടെ പറയേണ്ടത്? ഈ വാട്ടർ അതോറിറ്റി അവിടെയും പോയി, ആ ഓഫീസിലും പോയി കണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്താ ചെയ്യുക? എവിടെ പോവുക? ഞങ്ങൾക്കൊരു പുറത്തുമില്ല. ഗ്രാമസഭയിലും വിഷയം അവതരിപ്പിച്ചു. ശരിയാക്കാമെന്ന മറുപടി മാത്രം. മക്കരപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് 3 ദിവസമായി 30ഓളം കുടുംബങ്ങൾക്ക് ടാങ്കിൽ വെള്ളം എത്തിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന് 1 വീപ്പ വെള്ളം എന്ന നിലയ്ക്കാണ് നൽകുന്നത്. സൗജന്യമായി ലഭിക്കുന്ന ഈ വെള്ളം വലിയ സഹായമാണിപ്പോൾ. അതല്ലാതെ ഈ പാവങ്ങൾ എന്തു ചെയ്യും? നല്ല മഴക്കാലത്താണ് ഒരു പ്രദേശം ഇങ്ങനെ കുടിവെള്ളം ആവശ്യത്തിനില്ലാതെ വലയുന്നത്. എവിടെയാണ് തകരാറെന്ന് കണ്ടെത്താൻ ഇപ്പോഴും വാട്ടർ അതോറിറ്റി ശ്രമിക്കുന്നതേ ഉള്ളൂ. ഇവർക്ക് ഒരു ദിവസം സ്വന്തമായി വെള്ളം അടിക്കാനാണെങ്കിൽ 600 രൂപ കൊടുക്കണം. അന്നന്നത്തെ വക കണ്ടെത്താൻ ഓടുന്ന ഇവർക്ക് അതിനൊന്നും കഴിയുകയുമില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഒരു നഗരഹൃദയത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇത്ര ഇഴഞ്ഞാണോ കാര്യങ്ങൾ പോവുക? അർഷാക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഇത് ഇന്നും ഇന്നലെയും ഉയർന്ന പരാതിയല്ല. കഴിഞ്ഞ 2 മാസമായി തുടർച്ചയായി അവർ ഓഫീസുകൾ കയറിയിറങ്ങുന്നുണ്ട്. അവരുടെ പ്രശ്നം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പരിശോധിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്കുള്ള ഒരു മറുപടിയും ആ പ്രശ്നപരിഹാരത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും ഇതുവരെ ആരുടെയും ഭാഗത്തുനിന്നുണ്ടായില്ല. 1ഉം 2ഉം കുടുംബങ്ങളുടെ പ്രശ്നമല്ല, 200ഓളം കുടുംബങ്ങളുടെ പ്രശ്നമാണ്. കുടിവെള്ളമില്ലാതെ വലയുന്ന അതിഗുരുതരമായ സാഹചര്യവുമാണ്. അധികൃതർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് വയ്ക്കുകയാണ്. കാണാം ചില പ്രതികരണം. ഇപ്പോൾ വെള്ളം നമുക്ക് മുടങ്ങിയിട്ട് 2 മാസമാകുന്നു. ഈ 2 മാസം മുതൽ ഇങ്ങോട്ട് കഷ്ടപ്പാട് തന്നെയാണ്. കാരണം നമുക്കൊരു ഒരു ട്രിപ്പ് വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1.5 ദിവസം കഷ്ടിച്ച് പോകുള്ളൂ. വെള്ളമില്ല, അതാണ് ഇപ്പോൾ ഞങ്ങളെ മെയിൻ പ്രശ്നം. 1 ദിവസം 2 ദിവസമൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു മാസമായി. ചൊവ്വ നേരെ തിരുമ്പി കുടിച്ചിട്ട് തന്നെ ദിവസം കുറേ. ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞത് മോട്ടർ കംപ്ലൈൻ്റ് ഇല്ല, പക്ഷെ വെള്ളം അടിക്കും, വെള്ളം എവിടെ പോകുന്നു എന്നുള്ള ഒരു ശങ്കല നിൽക്കുന്നത്. വെള്ളം തന്നെ ഞങ്ങൾക്ക് കിണറ്റിലെ വെള്ളം 4 ദിവസം കോരിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വെള്ളം കഴിഞ്ഞു. അതിനും ഞങ്ങളെ കൊണ്ട് കഴിയൂല. പിന്നെ എങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകും? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവർ അവിടെ നോക്കുന്നുണ്ട്, ഇവിടെ നോക്കുന്നുണ്ടെന്ന് പറയുന്നല്ലാതെ അതിനൊരു ഉറപ്പ് അവർ ഇതുവരെയായിട്ടും തന്നിട്ടുമില്ല. കുടിവെള്ളം വരെ കിട്ടാൻ മേലാത്തൊരവസ്ഥയിലേക്ക് ഈ വർഷകാലത്ത് ഇങ്ങനെ വരുമ്പം വേനൽക്കാലത്ത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എല്ലാം കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.